ഈ ഒരു കാലാവസ്ഥയിൽ പേഷ്യൻസ് ഒപിയിൽ വന്ന് പറയുന്ന ഒരു കംപ്ലയിൻ്റ് ആണ്, ഡോക്ടറെ എനിക്ക് തലനീരിറങ്ങി ദേഹം മൊത്തം വേദന എടുക്കുന്നു. എന്താണ് തലനീരിറക്കം? അതിൻ്റെ കാരണങ്ങളും ലക്ഷണങ്ങളും ചികിത്സകളും ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാം. ഞാൻ ഡോക്ടർ അഷ്ബു ജേക്കബ്. ഊർവനി ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തലനീരിറക്കം അഥവാ മയോഫേഷ്യാറ്റിസ്, അതായത് നമ്മുടെ ശരീരത്തിലെ മാംസപേശികൾക്ക് പാട പോലത്തെ ഒരു സംരക്ഷണമുണ്ട് മാംസപേശികളുടെ പുറത്ത്. അതിനെ നമ്മൾ മയോഫേഷ്യ എന്നാണ് പറയുന്നത്. അതിൽ വരുന്ന നീർക്കെട്ട് അഥവാ ഇൻഫ്ലമേഷൻ, അതിനെയാണ് നമ്മൾ മയോഫേഷ്യാറ്റിസ് എന്ന് പറയുന്നത്. എന്താണ് ഇതിൻ്റെ കാരണങ്ങൾ? അതായത് നമ്മൾ ചൂടും തണുപ്പും ഇടകലർന്ന ഒരു അന്തരീക്ഷത്തിൽ നമ്മൾ പ്രവേശിക്കുക. അതായത് വെയിലത്ത് നിന്ന് കയറി വന്ന് തണുത്ത റൂമിൻ്റെ ഉള്ളിലേക്ക് കയറി ഉടനെ തണുത്ത ജ്യൂസ് അഥവാ തണുത്ത വെള്ളം കഴിക്കുക. അതോടൊപ്പം തന്നെ നമ്മൾ വെയിലത്ത് നിന്ന് കയറി വന്നിട്ട് കുളിക്കുക, വിയർത്തിട്ട് അപ്പോൾ തന്നെ കുളിക്കുക, തലയിൽ എണ്ണ തേച്ചിട്ട് കുറേ നേരത്തിന് ശേഷം വെയിൽ കൊണ്ടിട്ട് കുളിക്കുക, ഒത്തിരി ദൂരം നമ്മൾ ചെവിയിൽ കാറ്റടിച്ച് യാത്ര ചെയ്യുക, AC ഇട്ട് കിടക്കുക, AC അല്ലെങ്കിൽ ഫാൻ ഇട്ട് കിടക്കുക. അതായത് നമ്മളൊരു AC ഇട്ട് കിടന്നു, റൂമൊക്കെ കൂളായി, അതിനുശേഷം നമ്മൾ AC ഓഫ് ചെയ്തു, വീണ്ടും നമ്മൾ ചൂടെടുത്തിട്ട് നമ്മൾ എഴുന്നേറ്റു, വീണ്ടും AC ഓണാക്കുന്നു. അങ്ങനെ നമ്മുടെ ശരീരത്തിന് ചൂടും തണുപ്പും ഇടകലർന്ന ശരീരത്തിൽ ഏൽക്കുന്നു. ഇങ്ങനെയുള്ളൊരു അവസ്ഥകളിലൊക്കെയാണ് നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ നീർക്കെട്ടുകൾ ഉണ്ടാവുന്നത്. എന്തൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ? ഫസ്റ്റ് നമ്മൾക്ക് പ്രധാനമായും കാണാൻ പറ്റുക തലവേദനയാണ്. തലവേദന, അതോടൊപ്പം തന്നെ ചെവിയിൽ വേദന, ചെവിയുടെ പുറകുഭാഗത്തുള്ള നീര്, തൊണ്ടവേദന, കണ്ണിൽ റെഡ് കളർ പോലെ അലർജി പോലെ വരിക, തുമ്മൽ വരിക, കഴുത്തു നിന്ന് ശരീരത്തിലേക്കുള്ള വേദന, പുറം വഴി വേദന, നടുവിൽ വേദന, നടുവിന്ന് കാലിലേക്കുള്ള വേദന. ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങളായിട്ട് നമ്മൾ കാണുന്നത്. ഇനി നമ്മൾക്ക് ഇതിന് എന്തൊക്കെ ട്രീറ്റ്മെൻ്റ് ആണ് കൊടുക്കേണ്ടത്? എപ്പോഴും നമ്മൾക്ക് റീസൺ, അതായത് നമ്മൾ നിദാന പരിവർജനം, എന്ത് കാരണങ്ങൾ കൊണ്ടാണോ നമ്മൾക്ക് ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നത്, നമ്മൾ ഈ കാരണങ്ങളെല്ലാം പൂർണ്ണമായും ഒഴിവാക്കുക. ചികിത്സയിലേക്ക് വരുമ്പോൾ നമ്മൾ തളം വയ്ക്കുക. അതായത് നമ്മൾ രാസനാദി പൊടി അല്ലെങ്കിൽ വൈദ്യനിർദ്ദേശപ്രകാരമുള്ള ഏതെങ്കിലും ഒരു പൊടി, ഒരു സ്വരസം, എന്തെങ്കിലും ഒരു നീര് അല്ലെങ്കിൽ ഒരു എണ്ണയിൽ ചാലിച്ചിട്ട് നമ്മുടെ തലയുടെ ഏറ്റവും ഹയസ്റ്റ് പോയിന്റ്, നമ്മൾ നെറുക എന്നാണ് പറയുക, നെറുകിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ നമ്മൾ ചൂടുള്ള, അതായത് നമ്മൾ ഉഷ്ണവീര്യമുള്ള ഏതെങ്കിലും ഒരു എണ്ണ തലയിൽ അപ്ലൈ ചെയ്യുക, പ്ലസ് ഇൻറ്റേർണൽ മെഡിസിൻസ് കഴിക്കാം. പിന്നെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആഹാരങ്ങളും വിഹാരങ്ങളും നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുക. തലനീരിറക്കമുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് അവർ കുളിക്കുന്നത് രാവിലെ ഒരു 8:30 മുൻപായിട്ട് കുളിക്കാൻ ശ്രദ്ധിക്കുക. വൈകുന്നേരം ഒരു 5 മണിയുടെയും 7 മണിയുടെയും ഇടയിൽ കുളിക്കുക. രാത്രി തൈര് പോലുള്ള തണുപ്പുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുന്നത് പൂർണ്ണമായും ഒഴിവാക്കുക. ഇങ്ങനെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ തലനീരിറക്കം വരാതിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാം. തലനീരിറക്കത്തിനുള്ള പ്രത്യേകം ചികിത്സകൾ ഊർവനിയിൽ ലഭ്യമാണ്. രോഗത്തിനും രോഗിയുടെ അവസ്ഥയ്ക്കും അനുസരിച്ച് വൈദ്യനിർദ്ദേശം പ്രകാരമുള്ള മരുന്നുകളും ചികിത്സകളും എടുത്താൽ ഈ അസുഖം നമുക്ക് പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാവുന്നതേ ഉള്ളൂ. ഊർവനി ലൈഫ് തുടർന്നും കാണുക.